പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം. പ്രകൃതിയുടെ ഒത്തിരി തടസ്സങ്ങൾ, മഴയുടെ പ്രയാസങ്ങൾ, ഇടി മിന്നലുകൾ എന്ന് വേണ്ട ഈ വേനൽ മഴയുടെ വലിയ പ്രയാസമുള്ളതുകൊണ്ട് ലൈവ് ചെയ്യുവാൻ അല്പം പാട് ആയിരുന്നു. എങ്കിലും പിന്നെയും ലഭിച്ച കരണ്ടിനായും സാവകാശത്തിനുമായി സ്തോത്രം. റോസ് ഫാമിലിയിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഒരവസരം കൂടെ ഉണ്ടായതിൽ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഇത് ചെയ്യാമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ കഴിഞ്ഞില്ല. ഇന്ന് ഈ അവസരം കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവവചനം സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫേസ്ബുക്ക് പേജാണ്. ദൈവവചന ശുശ്രൂഷയിലും ആത്മീയമായിരിക്കുന്ന കർത്താവിനെ ഉയർത്തുന്നതിലും ദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ശക്തിയായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ റോസ്ലിൻ സിസ്റ്റർക്കായി സ്തോത്രം, അവരെ കുടുംബമായി ഓർക്കുന്നു. അപ്പോൾ തന്നെ അഡ്മിൻസ് ഉണ്ട്, കർത്തൃദാസിദാസന്മാരുണ്ട്, എല്ലാവർക്കായും സ്തോത്രം. ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് നാം ധ്യാനിപ്പാൻ താല്പര്യപ്പെടുന്ന ഒരു ചിന്താവിഷയം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ വാക്യഭാഗം ഞാനൊന്ന് വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 13-ാം വാക്യം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മൾ അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് നാം ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നെങ്കിൽ ഇതൊക്കെ ഭവിച്ചു? ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, ദൈവത്തോടു കൂടെയാണ് നാം സഞ്ചരിക്കുന്നതെന്ന് പറയുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനുള്ള കാരണം എന്താണ്? രണ്ട്, നമ്മുടെ പിതാക്കന്മാർ അറിയിച്ചിട്ടുള്ള പണ്ടത്തെ അത്ഭുതങ്ങളൊക്കെ എവിടെ? കഴിഞ്ഞ നാളുകളിൽ നാം അത്ഭുതങ്ങളിലൂടെ നടന്നവരാണ്. അതെ, അത്ഭുതം കണ്ടവരാണ്, പ്രാപിച്ചവരാണ്. നമ്മുടെ പിതാക്കന്മാർ അത് അനുഭവിച്ചതാണ്. പക്ഷെ ഇന്നത് ഇല്ല. അതെവിടെ? കണ്ടോ, രണ്ട് അതിപ്രധാനമായ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഇന്ന് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, എന്തുകൊണ്ട് ഇതൊക്കെ ഭവിക്കുന്നു? രണ്ട്, നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഈ രണ്ട് ചോദ്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ ഒന്ന് ചോദിക്കാൻ തയ്യാറായാൽ ഇന്ന് നമ്മുടെ സ്ഥിതി മാറാൻ പോവുകയാണ്. അതെ, ഈ രണ്ട് ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ഒന്ന്, എന്തുകൊണ്ട് ദൈവമേ ഇതൊക്കെ ഭവിക്കുന്നു? ദൈവം ഇന്ന് ചോദിക്കുന്നവരോട് ചില മറുപടികൾ തരാൻ പോകുകയാണ്. ചോദിക്കാത്തവർക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല, ചോദിക്കുന്നവർക്കാണ് ഇതിനകത്ത് ഉത്തരം. നമുക്കറിയാം, ദൈവവചനം എന്ന് പറയുന്ന, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അനവധി ഉത്തരങ്ങളുള്ള പുസ്തകമാണ്. പലതും ചോദ്യങ്ങൾ മാത്രമായിരിക്കുമ്പോൾ ഇന്ന് സന്ധ്യാവേളയിൽ, സായാഹ്നവേളയിൽ പറയാം, ഉത്തരം നൽകുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ്. പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രശ്നങ്ങളുടെ പരിഹാരം ഇതിനകത്തുണ്ട്. ചോദ്യം മാത്രമല്ല, ഉത്തരം ഇതിനകത്തുണ്ട്. ഇന്ന് സായാഹ്നവേളയിൽ ചില മറുപടികൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഈ ചോദ്യത്തിന് മറുപടി ദൈവത്തിങ്കിൽ നീ പ്രാപിച്ചാൽ നിന്റെ ജീവിതം അമ്പേ മാറി. നിന്റെ അവസ്ഥകളുടെ മേൽ പരിശുദ്ധാത്മാവിന് ശക്തമായി ചിലത് ചെയ്യുവാനുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം ഒന്ന് വിശദീകരിച്ച് പെട്ടെന്ന് മുൻപോട്ട് പോകാം. ഈ വിഷയം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, യോശുവയുടെ പുസ്തകം എന്ന് പറയുന്നത് വിജയത്തിന്റെ പുസ്തകമാണ്. വലിയ വിജയത്തിന്റെ പുസ്തകമാണ്. എന്നാൽ അതിനുശേഷം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ
ദൈവജനം പരാജയത്തിലേക്ക് കുപ്പുകുത്തുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും. 13 ന്യായാധിപന്മാർ, ഒരു സ്ത്രീ ഉൾപ്പെടെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണ തലങ്ങളെ കുറിച്ച്, വ്യത്യസ്തമായ രീതികളെ കുറിച്ചൊക്കെ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആഴമായ ഭാഗത്തേക്കൊക്കെ കടക്കുവാൻ ഇപ്പോൾ സമയവും എടുക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം, ന്യായാധിപന്മാർ പലരും പരാജയപ്പെട്ട ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഒരു കാര്യം, 7 പ്രാവശ്യം വീതം ഇസ്രായേൽ ജനം ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവം 7 പ്രാവശ്യം അവരെ ശത്രുക്കളുടെ കയ്യിലേൽപ്പിച്ചു. 7 പ്രാവശ്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, അവർ ദൈവത്തോട് നിലവിളിച്ചു. 7 പ്രാവശ്യവും പറയുന്നു ദൈവം അവരെ വിടുവിച്ചു. കണ്ടോ ദൈവജനത്തിന്റെ പ്രത്യേകത? കണ്ടോ, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, വലിയ കഷ്ടങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അകപ്പെട്ടു. ശത്രു രാജാക്കന്മാർ അവരുടെ മേൽ ആധിക്യം ചെലുത്തി, അവരുടെ നന്മകളെ മുഴുവൻ ചോർത്തി. അളവുനൂരിട്ട് വിഭാഗിച്ച മനോഹരമായ ദേശത്തെ നന്മകളിൽ നിന്ന് അവരെ ഉന്തിത്തള്ളി ഗഹ്വരങ്ങളിലും പാറകളിലും കൊണ്ടെത്തിച്ചു. ഒരു നന്മയും അനുഭവിക്കാൻ കഴിയാതെ പലപ്പോഴും വരണ്ടതുമായ അനുഭവങ്ങളിൽ ദൈവജനം എത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഒരു കാര്യം, അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം കനിഞ്ഞവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് ഈ ഷായാന്റെ വേളയിൽ ഞാൻ പറയാം, അരണ്ട ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പലപ്പോഴും ശത്രുവായവൻ നാം അനുഭവിക്കേണ്ട ചില നന്മകളെയും അനുഗ്രഹങ്ങളെയും ചോർത്തി അളവുനൂരിട്ട് വിഭാഗിച്ച മനോഹരമായ ദേശത്തെ ശ്രേഷ്ഠമേറിയ നന്മകൾ അനുഭവിക്കേണ്ടതിന് പകരം ഉന്തിത്തള്ളി ആത്മീയ നിലവാരത്തിൽ നിന്ന് നമുക്കറിയാം, ഗൗഹരങ്ങളിലും പാറകളിലും ഗുഹങ്ങളിലും ശത്രുവായവൻ അവനെ ഒതുക്കിയെങ്കിൽ ഇന്ന് അവൻ നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഒതുക്കപ്പെട്ട ചില മണ്ഡലങ്ങളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് എന്റെ ദൈവമേ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാണെന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവജനത്തെ എവിടെയൊക്കെ ശത്രു ഒതുക്കിയോ അവിടെയൊക്കെ തമ്പുരാന്റെ കരം ശക്തമായി വെളിപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് സവിസ്താരമായി നമുക്ക് ഈ പുസ്തകത്തിൽ പഠിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇപ്പോൾ വിശദീകരിക്കുവാനുള്ള സന്ദർഭം നമ്മുടെ മുൻപിൽ പോരാ. ഞാൻ വിഷയത്തിലേക്ക് വേഗം വരാം. ഇവിടെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 2-3 കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മുന്നോട്ട് വരാം. നമുക്കറിയാം, ഇസ്രായേലിന്റെ മേൽ മിഥ്യാരാധിക്യം ചെലുത്തി. അങ്ങനെ എഴുതിയിരിക്കുന്നു. 1 മുതൽ വായിച്ചാൽ മതി കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ മിഥ്യാന്യരുടെ നിമിത്തം പാറകളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ മക്കൾ വിതയ്ക്കും, പക്ഷെ കൊയ്യാൻ പറ്റത്തില്ല. വിളകളെല്ലാം നശിപ്പിക്കും. എന്തിന്?